10 കൊല്ലം നിന്ന ആൾക്കാർ നമ്മളെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു നടപടി എടുത്തില്ല. അതിൽ വലിയൊരു വേദനയും കൂടി ഉണ്ട്. ലക്ഷങ്ങളും കോടികളും എല്ലാം ലോട്ടറി അടിച്ച ഒരുപാട് ഭാഗ്യവാന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചിട്ടും വർഷങ്ങൾക്കിപ്പുറവും നിർഭാഗ്യവാനായി തുടരുന്ന ഒരാളാണ് കോഴിക്കോട് സ്വദേശിയായ കോയ. 2016 കാരുണ്യ ലോട്ടറി കോയ എടുക്കുന്നതും 1 കോടി രൂപ അടിക്കുന്നതും. പക്ഷേ 10 വർഷങ്ങൾക്കിപ്പുറവും സമ്മാനത്തുക കോയയ്ക്ക് ലഭിച്ചിട്ടില്ല. അതിന് പിന്നിലുള്ള കഥ എന്താണ് എന്ന് കോയ തന്നെ നമ്മളോട് പറയും. എന്താ സംഭവിച്ചത്? ഞാൻ ഈ അരീക്കോട് സ്റ്റാൻഡിൽ ഓർഡർ പോയതേന്. ആ സമയത്ത് എനിക്ക് ലോട്ടറി എടുക്കണം തോന്നി. ഒരു 3 ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടി. അത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഈ പ്രൈസ് ഇയാൾ പറക്കുന്നേരെ ക്ലിപ്പ് കുത്തിയാണല്ലോ. അപ്പോൾ ചെറിയൊരു കീറലുണ്ട്. ആ കീറലിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ബാങ്കിൽ കൊണ്ടുപോയി നോക്കി, ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അതായത് എടുത്ത ലോട്ടറിക്ക് 1 കോടി രൂപ അടിച്ചു. KE 45 40 45 249 നറുക്കെടുപ്പ് 9/7/2016 എടുത്തതാണ്. ഞാനത് കിട്ടിയ പാടെ തന്നെ അതിൻ്റെ വിറ്റ് തന്നെ ബാങ്കിൽ പോയി. ഞാനും എൻ്റെ അവിടെ 2 സുഹൃത്തുക്കളുണ്ട്. അവർ ചെന്നപ്പോൾ അതിൻ്റെ വെള്ളേരിയാണ്, അവിടെ അരീക്കോടിനടുത്ത വെള്ളേരി എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സഹകരണ ബാങ്കിൽ പോയിട്ട് മാനേജർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, ഇത് ചെറിയൊരു കീറലുണ്ട്, ഇവിടെ ആകുന്നേരം 5-6 മാസം പിടിക്കുമോ, നിങ്ങൾ നേരിട്ട് പോയിക്കോളി, തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി എത്ത് പോയി കാര്യം പറഞ്ഞാൽ മതി. അപ്പം പിണറായിൻ്റെ അടുത്ത് പിറ്റേ രാവിലെ ഇവിടുന്ന് ട്രെയിൻ കയറി എൻ്റെ വിറ്റുനാടെത്തി നേരിട്ട് കണ്ട് സംസാരിച്ച എന്നോട് പറഞ്ഞ്, ഇത് ഡയറക്റ്റ് എത്ത് കൊടുത്താൽ മതിയായിരുന്നു. ലോട്ടറി ഡയറക്റ്റ് അവിടെ അന്വേഷിച്ച് പോയി. ഡയറക്റ്റ് കാണാൻ പോയപ്പോൾ ഡയറക്റ്റ് അവിടെ ഇല്ല. 2 മാസം ലീവാണ്. അപ്പോൾ 2 മാസം വരെ ഇതും വെച്ച് ഞാൻ നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെച്ച്, മാഡം എന്താ ചെയ്യേണ്ടിയെന്ന് വെച്ച് അവിടെ സുധാ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറുള്ളത്. അപ്പോൾ എന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, കൊണ്ടുപോയിക്കോളി. ഞാൻ പറഞ്ഞത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് 1 കോടി അടിച്ചത് ഞാൻ കൊണ്ടുപോയാൽ എനിക്കൊരു കാര്യമില്ല, ഇവിടെ ഏൽപ്പിച്ച് പോകാറുണ്ട്. എന്നാൽ ഒരു കാര്യം ചില ഇവിടെ സെക്ഷനിൽ പോയിട്ട് അവിടെ അടച്ചാളിയാണ്. എന്തെന്നാ അതിന് തപാലിൽ കൊടുത്ത് അതിന് റെസീറ്റ് വെച്ച് പറഞ്ഞത് കീറിയതിൻ്റെ ലേശം കീറിയെന്നല്ലോ. അപ്പോൾ അതിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് പോലെയല്ല, അതിപ്പോൾ ഡയറക്റ്റ് വന്നാൽ ക്ലിയർ ആവും, നിങ്ങൾക്ക് റെസീറ്റ് തരും, കാശും കിട്ടുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെ അവരത് ആ ലോട്ടറി അവിടെ വാങ്ങി വെച്ചു. ആടെ വാങ്ങി വെച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി. ഞാനുണ്ട്, മറ്റേ കൂടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കും കേട്ടോ, കുറച്ച് ദിവസം നിങ്ങൾ ഡേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോണില്ല, ഇവിടെ നിൽക്കുക, പരിശോധിച്ച് നിങ്ങൾ വിളിച്ചാൽ ഞാൻ അപ്പോൾ വരും, തിരുവനന്തപുരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ്. ആ നിൽപ്പ് ഞാൻ 7 വർഷം വരെ തിരുവനന്തപുരം നിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി MB ജയരാജനാണ് അന്ന് മുഖ്യമന്ത്രിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ഇത് ഇവിടെ വെച്ച് നിൽക്കണ്ട, ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്താൽ പെട്ടെന്ന് ഓർഡർ ആവുന്നതാണ്. ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ 1.5 ലക്ഷം റുപ്യ നാട്ടിൽ നിന്ന് കടമായി അല്ലേ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുക. വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് വാടക വീട്ടിലെത്തി 8,000 റുപ്യ വാടകയ്ക്ക് നിൽക്കുന്ന നേരമാണ്. മകളെ കല്യാണമൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അതും എല്ലാം കൂടി ആയിട്ട് ഈ വാടക വീട്ടിൽ നിൽക്കുന്ന നേരം ഞാൻ ഇത് ചെന്നപ്പോൾ എന്നോട് MB ജയരാജൻ പറഞ്ഞു, ഇങ്ങനെ പോകണം ഹൈക്കോടതിയിൽ നിന്ന്, നാട്ടിൽ പോയി പലരെയും കണ്ട് ഇങ്ങനെ സംഗതി കിട്ടിയല്ലേ, ആരും തരുമല്ലോ, പൈസ ഉള്ളവർ തരാം, അയാൾക്കൊരു നമ്മളത്രയും ബന്ധങ്ങൾ നാട്ടിലുണ്ട്. അപ്പോൾ 1.5 ലക്ഷം റുപ്യ ഒരാൾ തന്ന ബസ് മൂപ്പരെയും കൊണ്ടുപോകാൻ പോകുന്നത് ഹൈക്കോടതിയിലേക്ക്. അല്ല, ഓൽക്കും കണ്ടോട്ടെ വെച്ചിട്ട് അങ്ങനെ 1.5 ലക്ഷം റുപ്യ വക്കീലിന് കൊടുത്ത് അവിടെ കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. അത് വിധിയായി, 2022 വിധിയായി. ഇത് സർക്കാർ ഇടപെട്ട് കൊടുക്കണം എന്നുള്ള വിധിയാണ് എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അപ്പം തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനത് ഏൽപ്പിച്ച് ഇവർക്ക് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിക്ക് ഒന്ന് വരും, ധനകാര്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരും, ലോട്ടറി ഓഫീസിലേക്ക് ഒന്ന് വരും, ഒന്ന് എനിക്കും തരും, എല്ലാവർക്കും ഓരോ കോപ്പിയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നൊക്കെ തന്നെ പറഞ്ഞ്, അതായില്ല, നമ്മൾ തീരുമാനം ഒരു എന്തെന്നാണ് സെക്രട്ടേറിയറ്റിൽ എന്തോ ഒരു കൂടുതലുണ്ടല്ലോ, അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ, ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. ഇത് കിട്ടിയാൽ പോലുള്ളൊരു ശബ്ദത്തിൽ 7 കൊല്ലോ ഞാൻ അത്രയും ബ്ലോക്കായി നിൽക്കുന്ന സമയത്തല്ല ലോട്ടറി കിട്ടുന്നത്. പിന്നീട് അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇവർ കാണാനില്ല എന്നായി. അതിൻ്റെ കുറ്റമല്ലല്ലോ. അതായത് അവിടെ നിന്ന് മറുപടി തന്നത് ഈ ലോട്ടറി ഇപ്പോൾ കാണുന്നില്ല. ഒന്ന് പരിശോധിച്ചാട്ടെ. അങ്ങനെ 3 ജീവനക്കാരെ വെച്ച് ആ ലോട്ടറി ഓഫീസ് മുഴുവനും തപ്പിയിട്ട് ഈ സാധനം കാണില്ല അറിയുന്നത്. അപ്പോൾ ഹൈക്കോടതി വെച്ച് ഇയാളെന്ത് തെറ്റ് ചെയ്ത്, അല്ലെ വേറെ ആരെയും ലോട്ടറി ആയിട്ട് വരണ്ടേ, ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആളുകൾ ഇദ്ദേഹം തന്നെയാണ് ഈ 8 വർഷമായിട്ട്. പിന്നെ രണ്ടാമത് എന്ത് പറഞ്ഞു വെച്ചാൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും എല്ലാം കൂടി പറയുകയാണ്, നിങ്ങളൊന്നും കൂടി ഹൈക്കോടതിയിൽ പോയിട്ട് ശരിക്കുള്ള മറുപടി തരാൻ പറയുന്നത്. വീണ്ടും വക്കീലിനെ വെച്ച് കഴിഞ്ഞിട്ട് 30,000 റുപ്യ കൊടുത്ത് ഹൈക്കോടതിയിൽ പോയി കൊടുത്ത് ഇപ്പോൾ ആ വിധിയായൊരു പേപ്പർ അതും കിട്ടി. എന്നിട്ടും ഇപ്പോൾ അപ്പോൾ ഭരണം പോലെ ഇറങ്ങിയല്ലോ. ഇനിയിപ്പോൾ ഒരു പുതിയ മുഖ്യമന്ത്രിയാണല്ലോ വന്നവർക്കൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലുമായിട്ട് സംസാരത്തിൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം. ഈ കോയക്ക ഒന്നുകൂടി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോവുകയാണോ? പോവുക, ഇനി പോകണമല്ലോ, നമുക്ക് വേറെ വഴികളില്ലല്ലോ. 10 വർഷമായിട്ട് ലോട്ടറി അടിച്ച പൈസക്ക് ആരെയും വരികയാണെങ്കിൽ ഞാനും ഉണ്ടല്ലേ, ഞാൻ ഒളിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം പോകുന്നുണ്ട്, ഡയറക്ടർ ഓഫീസിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോറിക്ഷ ഓടണം, മാസം 8,000 രൂപ വീടിന് വാടക കൊടുക്കണം,
12,000 റുപ്യ ഇതിന് വാടക കൊടുക്കണം, അതെല്ലാം കൂടിയുള്ള തലയിൽ വെച്ച് നടക്കുക. അപ്പോൾ ഇപ്പോഴും വരെ ഇങ്ങനെ കളിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിക്കുക. അതൊരു ഈ ലോട്ടറി ഒക്കെ അടിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ലേ? കാരണം വാടക വീട്ടിൽ കഴിയുകയാണ്, ഓട്ടോ ഓടിക്കുകയാണ്, അപ്പോൾ വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആശ്വാസം തന്നെ. കടത്തുനിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് തന്ന കാശൊക്കെ തിരിച്ചു കൊടുക്കാമല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പിന്നാലെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ മാതൃഭൂമി പേപ്പർ വിട്ട് കഴിഞ്ഞിട്ട് KSRTCൻ്റെ അവിടെ കിടക്കലും ജീവിക്കലും തന്നെ 8 വർഷം അവിടെ. ഇപ്പോൾ 2.5 വർഷമായിട്ടുള്ള ഇവിടെ ഞാൻ വെറുതെ ഇല്ല, ഈ ഓട്ടോ ഓടിച്ചിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോകണമുണ്ട്, അതിൻ്റെ കാര്യം അറിയുന്നുണ്ട്, വക്കീലിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്നുകൂടി മുഖ്യമന്ത്രിയൊക്കെ കാണാനുള്ളൊരു കാണണോ? അടുത്ത ദിവസം പോകും, ഒരു 3-4 ദിവസമുള്ളിൽ പോകും. എന്തായാലും ഒരു പേപ്പറും കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പായല്ലോ. ഹൈക്കോടതിയിൽ നിന്നിപ്പോൾ അതും കൂടി റെഡി ആയിരിക്കുന്നു. അത് വാങ്ങാന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശം. വേറെ ഇപ്പം എന്താ വഴികളില്ലല്ലോ. ഇതെന്താ ഈ അനീതി ഇങ്ങനെ? ഇത് ഇവിടെ ഒരു കോടതിക്കൊന്നും ഒരു വില കൽപ്പിക്കില്ല. പിന്നെ എന്താ ഇപ്പം നമുക്ക് എന്തും ചെയ്തുകൂടെ ഇവിടെ? അല്ല, നിങ്ങൾ പറഞ്ഞേരി. നീതിപൂർവമായിട്ടുള്ളൊരു കാര്യത്തിനാണ് ഹൈക്കോടതിയിൽ പോകാൻ പറഞ്ഞത്. ഹൈക്കോടതി പറയും അത് കൊടുക്കണമെന്ന്. പിന്നെയും ഇവിടെ വെച്ച് നിൽക്കുക. സർക്കാരിൻ്റെ ഇത് പൈസ അല്ല 4,500 കോടീൻ്റെ റോഡ് ഉണ്ടാക്കാൻ കാശുണ്ട്. എൻ്റെ 1 കോടി ഉറുപ്പിക തരാൻ ആർക്കും ഇല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാശ് ഇതൊക്കെ ഹൈക്കോടതി തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ തന്നെ. ഈ കളി കളിക്കുന്ന സർക്കാരിനെ, ഏത് സർക്കാരായാലും ശരി, ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൽ അവസാന കയ്യിൽ കിട്ടുന്ന ഒരു കാര്യങ്ങൾ അത് വെച്ചിങ്ങനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും 73 വയസ്സായി മനുഷ്യൻ കിട്ടിയ തന്നെ ഭാഗ്യം. ഇപ്പോൾ നാളെ തന്നെ ഇല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യൂ പറയാൻ പറ്റുമോ? അപ്പോൾ ഈ നിലയ്ക്ക് ഇനിയിപ്പോൾ കിട്ടിയ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വാടക വീട്ടിലിപ്പോൾ ഒന്നും ഓല് താമസിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇത് കിട്ടിയ പൈസ കിട്ടിയിട്ട് ഈ കാര്യം നടത്താൻ വെച്ചിട്ടാണ് ഞാൻ ഇവരെ ഇപ്പം 3 മാസമായിട്ടുള്ളും വില വന്നിട്ട് ഇവരൊന്ന് സമീപിച്ച് നോക്കുക. വില കൂടുതൽ എന്താണെന്ന് അറിയില്ല. 10 കൊല്ലം നിന്ന ആൾക്കാർ നമ്മളെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു നടപടി എടുത്തില്ല. അതിൽ വലിയൊരു വേദനയും കൂടി ഉണ്ട്. കോയൊക്കെ ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ടോ? ലോട്ടറി ഇന്ന് എടുത്തതാ 6 എണ്ണം ഉണ്ട്. 300 റുപ്യ ടിക്കറ്റ്. ഇന്നലെ 500 റുപ്യ ഉണ്ടായിന്. അതിന് 300 ടിക്കറ്റ് എടുത്ത് 200 റുപ്യയും വായിതാ. വെറുതെ അറിയില്ല. നമ്മളെ വിശ്വാസം ടിക്കറ്റിലൊക്കെ എടുക്കലുമുണ്ട്. വേറെ ഇപ്പം ഒന്നും ചെയ്യാനിപ്പോഴുള്ള അവസരമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി. പിന്നെ വീടും സ്ഥലവും വിൽപ്പനൊക്കെ ഉള്ള സൈഡും എല്ലാം കൂടി അങ്ങനെ ഒത്തുപിടിച്ച് പോവുകയാണ്. സമ്മാനാർഹനായെങ്കിലും കാരുണ്യ ലോട്ടറിയുടെ കാരുണ്യം ഇതുവരെ കോയയ്ക്ക് ലഭിച്ചിട്ടില്ല. വാടക വീട്ടിലാണ് കഴിയുന്നത്. ഓട്ടോ ഓടിച്ചാണ് ഉപജീവനമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോട്ടറി അടിച്ചപ്പോൾ ഇതൊക്കെ ഒരു നല്ല രീതിയിൽ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോയക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് കോയ. അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.